നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 30. സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറിയാണ് ഇന്ന്. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റില് വോൾട്ടാലിറ്റിയും അനുഭവപ്പെട്ടേക്കാം. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും എണ്ണയുടെ വിലയില് ഗ്ലോബൽ മാർക്കറ്റില് ശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെട്ടതും ബ്രന്റ് ക്രൂഡിന്റെ വില 90 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് വെളുപ്പിനെ 5.25 ശേഷം 1% നേരിയ ഇടിവ് എണ്ണയുടെ വിലയില് അനുഭവപ്പെടുന്നുമുണ്ട്. ഈ ആഴ്ചയുടെ ആദ്യം മുതൽ US മാർക്കറ്റും അതേപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റും വെയിറ്റ് ചെയ്തിരുന്ന കാര്യമായിരുന്നു ഇന്നലെ യുഎസിന്റെ ഫെഡ് പോളിസിയുടെ ഭാഗമായിട്ട് ഇന്നലെ വരാനിരുന്ന ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. മാർക്കറ്റും നിക്ഷേപകരൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫെഡിന്റെ ഭാഗത്ത് നിന്നും 3.5% മുതൽ 3.25% വരെ യുഎസിലെ ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് വരികയും ചെയ്തത്. എന്നാൽ ഫെഡ് മോണിറ്ററി പോളിസിയിൽ 9 മെമ്പേഴ്സിൽ 3 പേര് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിന് അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 2016 ശേഷം ഇത് ആദ്യമായിട്ടാണ് യുഎസിന്റെ ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇത്രയും മെമ്പേഴ്സ് ഒരുമിച്ച് വിഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇന്ന് ഇന്ത്യൻ സമയം വെളുപ്പിന് 12 മണിയോടുകൂടി കെവിൻ വാഷറിന്റെ തുടർന്നുള്ള സ്പീച്ചില് വരാനിരിക്കുന്ന മോണിറ്ററി പോളിസിയിൽ ഇൻഫ്ലേഷനെ തടയണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള ആവശ്യം വരികയാണെങ്കിൽ അത് നടപ്പിലാക്കുമെന്നുള്ള പ്രസ്താവനയും കൂട്ടിച്ചേർത്തതിന്റെ ഫലമായിട്ട് ഹോക്കിഷ് ആയിട്ടുള്ള കമന്റ് ആണ് ഫെഡ് ചെയർമാന്റെ സ്പീച്ചിൽ വരികയും ചെയ്തത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് നിലനിർത്തിയത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഫെഡ് ചെയർമാന്റെ ഭാഗത്ത് നിന്ന് വന്ന ഹോക്കിഷ് ആയിട്ടുള്ള കമന്റ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതേസമയം നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വീക്കെൻഡില് അപ്രതീക്ഷിതമായിട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും യുഎസും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള പോസ് നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നതെങ്കിലും ഇന്നലെ ഫെഡ് മോണിറ്ററി പോളിസി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ തനിനിറം കാണിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇറാനെ യുഎസ് വീണ്ടും ശക്തമായി തന്നെ ഹിറ്റ് ചെയ്യുമെന്നുള്ള പ്രസ്താവനയാണ് ഇന്ന് വെളുപ്പിനോടുകൂടി വീണ്ടും അദ്ദേഹം നടത്തുകയും ചെയ്തത്. മാത്രമല്ല മിഡിൽ ഈസ്റ്റില് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു യുഎസിന്റെ കൂടെ സൗദിയും ചേർന്നുകൊണ്ട് ഇറാഖിനെ ആക്രമിക്കുന്നത്. ഇതിനെയൊക്കെ തുടർന്നായിരുന്നു ഇന്നലെ എണ്ണയുടെ വിലയിൽ വീണ്ടും കുതിച്ച് ചട്ടം നടത്തുവാൻ ഇടയാക്കിയതും. ആയതിനാൽ തന്നെ മാർക്കറ്റില് ഇന്നും നാളെയൊക്കെ നമ്മൾ എസ്പെഷ്യലി ട്രേഡേഴ്സ് ജാഗ്രത പുലർത്തേണ്ടതായിട്ടുമുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ടാറ്റ സ്റ്റീൽ, M&M, ബജാജ് ഫൈനാൻസ്, ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ, സ്വിഗ്ഗി, LIC ഹൗസിംഗ് ഫൈനാൻസ്, AWL അഗ്രി ബിസിനസ്, ദീപക് ഫെർട്ടിലൈസേഴ്സ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ICRA, IRB ഇൻഫ്രാസ്ട്രക്ചർ, മാൻകൈൻഡ് ഫാർമ, ഗ്ലോബൽ ഹെൽത്ത്, മഹാനഗർ ഗ്യാസ്, NSDL, നൗമ വെൽത്ത് മാനേജ്മെന്റ്, റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, തെർമാക്സ്, ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽസ്, വേദാന്ത തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമ്മൾ കണ്ട പോലെ തന്നെ ഇന്ന് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,400 എന്ന ലെവലില് ഒരുപക്ഷെ ശക്തമായ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. കാരണം ഈ ലെവലിലായിട്ടാണ് ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200 ഡേ EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ ഈ ലെവൽ അതിശക്തമായി മറികടന്നാൽ മാത്രമേ തുടർന്ന് 24,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് 24,100 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിൽ നിന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നും ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും യുഎസിൽ നിന്നും ഇന്ന് ഇന്ത്യൻ സമയം വൈകുന്നേരം 6 മണിയോടുകൂടി Q2 GDP ഗ്രോത്ത് റേറ്റിന്റെയും ജൂൺ മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലുള്ള പേഴ്സണൽ സ്പെൻഡിംഗ്, കോർ PCE പ്രൈസ് ഇൻഡെക്സ്, പേഴ്സണൽ ഇൻകം തുടങ്ങിയ ഡാറ്റകളുടെ റിലീസ് നടക്കാനുണ്ട്. ഇന്നലെ ഉണ്ടായ ശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് വെള്ളിയാഴ്ചത്തെ അതിന്റെ ഡേ ലോയിൽ നിന്നും 2% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു എന്ന് മാത്രമല്ല ഇന്നലത്തെ നേട്ടം കൊണ്ട് മാത്രം ഏകദേശം 4 ലക്ഷം കോടി രൂപയുടെ ക്യാപിറ്റലാണ് ആഡ് ചെയ്യപ്പെട്ടതും. കൂടാതെ ഒത്തിരിയേറെ ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം ആദ്യമായിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ബയേഴ്സ് ആയിട്ട് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ മാറുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുന്നത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2,981 പോയിന്റ്
8.7 കോടി രൂപയ്ക്കും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 998.02 കോടി രൂപയ്ക്കും ബൈയിങ് തുടർന്നു. ഇൻഡോ MIM, ലോഹിയ കോർപ്പ്, എക്സ്ട്രാനെറ്റ് ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ലിസ്റ്റിംഗ് ഇന്ന് മെയിൻ ബോർഡിലേക്ക് നടക്കും. അതേസമയം അൾട്രാടെക് സിമന്റ്, മാരിക്കോ, ഡോക്ടർ ലാൽപത് ലാബ്, JK ടയർ, ആൽബർട്ട് ഡേവിഡ്, BASF ഇന്ത്യ, ബിർലാനു, ചേവിയോട്ട് കമ്പനി, ക്രിസ്റ്റം, ദ്വാരകേഷ് ഷുഗർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ഡിവിഡൻഡിന്റെ എക്സ്ഡേറ്റ് ആണ് ഇന്ന്. അതായത് നമ്മുടെ ചാനലിലെ പുതിയ വ്യൂവേഴ്സിനായിട്ടും കൂടാതെ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കുമായിട്ട് വേണ്ടി പറയുകയാണ്. ഇന്നലെ വരെ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട ഡിവിഡൻഡ് ലഭിക്കും. ഇന്ന് സ്റ്റോക്ക് വിൽക്കുകയാണെങ്കിൽ കൂടിയിട്ടും. എന്നാൽ ഇന്ന് മുതൽ സ്റ്റോക്ക് ബൈ ചെയ്യുന്ന പുതിയൊരു ബയ്യർക്ക് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട ഡിവിഡൻഡ് ലഭിക്കുകയുമില്ല. ADR സ്റ്റോക്സിലേക്ക് വന്നു കഴിയുമ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 0.5%-ലേറെയും ICIC ബാങ്ക് ADRന് 1.25%-അടുത്തും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഡോക്ടർ റെഡ്ഡീസിന് 0.5%-ന്റെയും HDFC ബാങ്കിന് 2%-അടുത്തും ഇൻഫോസിസിന് 2%-ന്റെയും വിപ്രോയ്ക്ക് 2.5%-ലേറെയും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലാണ് ഇന്ത്യൻ IT ADRകൾ US മാർക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഫെഡിന്റെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തിയെങ്കിലും ഇന്നലെ എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ കുതിച്ചുചാട്ടവും കൂടാതെ AI ചിപ്പ് മേഖലയിൽ തുടർന്ന പ്രഷറും ബിഗ് ടെക് ഫേമുകൾ അവയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കാനിരിക്കവേ ഇന്നലെയും US മാർക്കറ്റിൽ S&P 500-ന് 1.5%-ഓളം ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. തൽഫലമായി ഇൻഡെക്സിന് അതിന്റെ ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഇന്നലെ ക്ലോസിംഗും രേഖപ്പെടുത്തേണ്ടതായിട്ട് വന്നത്. നാസ്ഡാക്കിന് ഇന്നലെ 1.25%-ന്റെ ഇടിവ് നേരിട്ടുകൊണ്ട് ജൂൺ മാസത്തെ അതിന്റെ റെക്കോർഡ് ഹൈയിൽ നിന്നും 9%-ന്റെ ഇടിവോടുകൂടി ഇൻഡെക്സിന്റെ 3 മാസത്തെ ഏറ്റവും ലോയിലായിട്ടാണ് ഇന്നലെ ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. എന്നാൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും നേരിയ റിക്കവറി രേഖപ്പെടുത്തുന്നുണ്ട് 0.5%-ന്റെ അഥവാ 134 പോയിന്റുകളുടെ. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.5%-ലേറെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5%-ലേറെ നഷ്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റിന് ഫ്ലാറ്റായിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1%-ലേറെ നേട്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 0.5%-ന്റെ നഷ്ടത്തോടുകൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ എണ്ണയുടെ വിലയിലുള്ള ചാഞ്ചാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇന്ന് വെളുപ്പിനോടുകൂടി വീണ്ടും നേരിയ ഇടിവ് അനുഭവപ്പെട്ടെങ്കിലും അവയൊക്കെ ഇപ്പോൾ കവറപ്പ് ചെയ്തു. വീണ്ടും എണ്ണയുടെ വില ഉയരുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ബ്രെന്റ് ക്രൂഡിന്റെ വില $90 ക്രൂഡ് ഓയിലിന്റെ വില $84.54 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നപ്പോൾ ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് $467.68 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ ഉണ്ടായ ശക്തമായ നേട്ടത്തെ തുടർന്ന് PCR 1.17 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മാക്സ് പെയിൻ 24,000 എന്ന ലെവലിൽ നിന്നും 24,200 എന്ന ലെവലിലേക്കും എത്തി. ഇന്നലെ ഉണ്ടായ ശക്തമായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ലോങ് ടൈം മൂവിംഗ് ആവറേജ് ആയ 200-ഡേ EMA ഒഴികെ ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മൂഡിലായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി മാത്രമല്ല RSI 49 പോയിന്റ് സംതിങ്ങിൽ നിന്നും 56.11 എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഇന്നലത്തോടുകൂടി നിഫ്റ്റിയുടെ ഇന്നലെ ആരംഭിച്ച പുതിയ വീക്കിലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,700 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പഞ്ചാബ് നാഷണൽ ബാങ്ക് $1.5 ബില്യൺ വരെ വിദേശ ഫണ്ട് സമാഹരിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. NBCC ഇന്ത്യ $75 മില്യൺ കൊണ്ട് 1,008 അഫോർഡബിൾ ഹൗസുകളും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിനായിട്ട് NBCCയും സീഷെൽസ് റിപ്പബ്ലിക് സർക്കാരുമായിട്ട്
ഔദ്യോഗിക കരാറിൽ ഒപ്പുവെച്ചു. ഹൈറെക്ട് US വിപണിയിലേക്കുള്ള തങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് അടയാളപ്പെടുത്തിക്കൊണ്ട് ട്രാക്ഷൻ മോട്ടോർ അസംബ്ലിക്കായി അമേരിക്കയിൽ നിന്ന് ആദ്യത്തെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. വിക്രൻ എഞ്ചിനീയറിംഗ് അരുണാചൽ പ്രദേശിൽ തന്ത്രപരമായ 132 kV മിയാവോ നാംസായി ട്രാൻസ്മിഷൻ ലൈൻ കമ്പനി കമ്മീഷൻ ചെയ്തു. ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് ICIC പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് 243 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ബൾക്ക് ഡീൽ വഴി 57.21 ലക്ഷം ഷെയർസ് അഥവാ 0.61% ഇക്വിറ്റി സ്റ്റേക്ക് സ്റ്റോക്കിൽ സ്വന്തമാക്കി. ഐഷ മോട്ടേഴ്സ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 21.3%, റവന്യൂവില് 31%, ഉയർച്ച രേഖപ്പെടുത്തി. ധാബ ഇന്ത്യ പ്രോഫിറ്റില് 15.3%, റവന്യൂവില് 10.6% വർധനവ് റിപ്പോർട്ട് ചെയ്തു. MOIL പ്രോഫിറ്റില് 70.1%, റവന്യൂവില് 6.6% വർധനവ് രേഖപ്പെടുത്തി. MTAR ടെക്നോളജീസ് പ്രോഫിറ്റിൽ ഏകദേശം 5 മടങ്ങോളം ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 10.8 കോടി രൂപയിൽ നിന്നും 50.2 കോടി രൂപയായിട്ട് വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 130.4% വർധനവും റിപ്പോർട്ട് ചെയ്തു. ബജാജ് ഹൗസിംഗ് ഫൈനാൻസ് പ്രോഫിറ്റില് 22.6%, റവന്യൂവില് 17.2% ഉയർച്ച രേഖപ്പെടുത്തി. വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 103 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 945 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവിലും 8% വർധനവും രേഖപ്പെടുത്തി. ഹെക്സാവെയർ ടെക്നോളജീസ് പ്രോഫിറ്റില് 13% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 17.9% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.